ഹലോ ഗായ്സ്, ദൃശ്യം 3 മൂവി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ലാലേട്ടൻ്റെ. ഞാൻ ഫസ്റ്റ് ഷോ എന്നെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഒറ്റ വാക്കി പറയുവാണെങ്കിൽ ലാലേട്ടൻ്റെ അടുത്ത 100 കോടി മൂവിയാണ് ദൃശ്യം 3 എന്ന് പറയാം. നമ്മൾ ദൃശ്യം 1ഉം 2ഉം കണ്ടതുപോലെ തന്നെ കിട്ടില്ല ഒരു പടം എന്ന് പറയാം. കുറെ ട്വിസ്റ്റും സംഭവങ്ങളും ആയിട്ടുള്ള ഒരു പടമാണ്. എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോയും സ്പോയിലേഴ്സ് ഒന്നും എടുക്കല്ലേ. ഈ ഒരു വീഡിയോയിൽ സ്പോയിലേഴ്സ് ആയിട്ട് ഒരു റിവ്യൂവും പറയുന്നില്ല, ഒരു വാക്ക് പോലും നമ്മളതിൽ പറയില്ല. കാരണം ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ 1ലും 2ലും കണ്ട പോലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ട്വിസ്റ്റാണ്. സോ അത് ഈ ഒരു വീഡിയോയിൽ റിവ്യൂവിൽ നിങ്ങൾ കേൾക്കത്തില്ല. സോ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോളൂ. മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഒരു സ്ലോ പേസിൽ കഥ ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. നമുക്ക് ഫസ്റ്റ് മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പം ദൃശ്യം 1ൻ്റെയും 2ൻ്റെയും കുറച്ച് സീക്വൻസസ് കാണിക്കുന്നുണ്ട്. അത് മേ ബി അത് നമുക്കൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതായിരിക്കും. അതൊക്കെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോയിൽ പോയിട്ട് ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിങ് ഇൻ്റർവെല്ലിൽ ഒരു കിട്ടില്ല ഒരു ഐറ്റത്തിനെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ഹാഫ് തൊട്ട് പൊളിയാണ്. സെക്കൻഡ് ഹാഫ് പിന്നെ അങ്ങ് പീക്ക് ലെവലിൽ നമ്മൾ പഴയ ദൃശ്യം കാണുന്ന ആ ഒരു ലെവലിലോട്ടാണ് പോകുന്നത്. ട്വിസ്റ്റും കുറേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സംഭവങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. ക്ലൈമാക്സിൽ വന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കിടിലൻ ക്ലൈമാക്സോട് കൂടിയാണ് ദൃശ്യം 3 അവസാനിപ്പിക്കുന്നത്. സോ ദൃശ്യം 3 അവസാനിക്കുമ്പോൾ അറിയാം ദൃശ്യം 4 എന്തായാലും ഉണ്ടാവും. അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. സോ കിട്ടില്ല ഒരു പടം, നിങ്ങൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു പടമാണെന്ന് തന്നെ ഞാൻ പറയും. നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൂവി അതിന് വേണ്ടിയുണ്ട്. ജിത്തു ജോസഫിന് ഒരു ഹാറ്റ്സ് ഓഫ്. പുള്ളി കിട്ടില്ലാണ്. കാരണം ഈ സ്റ്റോറി എങ്ങനെ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഒരു രക്ഷയില്ല. അത് എങ്ങനെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെ എടുക്കുന്നതും ഒരു രക്ഷയില്ല. ഈ മൂവിയിൽ കുറേ സംഭവങ്ങളുള്ളതെന്ന് വെച്ചാൽ കുറേ നമ്മളെ കോർട്ട് റൂം സംഭവങ്ങൾ, അതായത് കോർട്ടിലെ കുറച്ച് സംഭവങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കുറേ കേസുകളുടേതും ലൂപ്പ് പോൾസും അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഏത് സെക്ഷനാണ്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ ഇതിൽ നല്ല കിഡിലുമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്.